ഹേ ഫാം, ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിലും സ്റ്റോറിയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ഡൂഡ്ലിംഗ് നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മളിത് മെയ്തു എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്തെടുക്കുന്നത്. ഐഫോണിൽ നമുക്കിത് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിൽ നമ്മളിതിൻ്റെ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇത് അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മളിവിടെ മെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതിൽ തന്നെ ഒരുപാട് ഫിൽറ്റേഴ്സും ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടുന്ന് താഴെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ബ്രഷസ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം ഒരുപാട് ബ്രഷസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഈ കസ്റ്റം എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ തന്നെ നമുക്ക് ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ സ്റ്റൈൽസിനകത്ത് കളറും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഫോണ്ടിൻ്റെ. അത് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് താഴെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ മനസ്സിലാവും എത്രത്തോളം ആ ഒരു ടെക്സ്റ്റിൻ്റെ വലിപ്പം വേണമെന്ന്. അതിനനുസരിച്ച് ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ സിമ്പിളാണ്, നമുക്ക് പയ്യെ കുറച്ച് സമയം എടുത്തിട്ട് അത് പയ്യെ നമ്മൾ വരച്ചു കൊടുക്കുക. ആ ഒരു ഡൂഡിലായിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ പയ്യെ നമുക്ക് വേണ്ട പോലെ വരച്ചെടുക്കും. താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു ലൈൻസ് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു ലൈൻസ് അവൈലബിൾ ആണ്, അതും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെയും സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കളറും മാറ്റാം. സോ നമുക്കിത് ഇത്ര സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്തെടുക്കാം. ദെൻ സേവ് കൊടുക്കുക, നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.